അതിലെങ്കിൽ ഫോൺ എടുത്തോട്ടോ. 12 മണി വരെ എനിക്ക് ടൈം തന്നിക്കുന്നേ. ആ 12 മണി വരെ ഞാൻ എൻ്റെ അപ്പുറം നിർത്തിക്കോ, ഇല്ലെങ്കിൽ കളി ഇതൊന്നും അയക്കൂലേ. ഞാൻ സത്യം പറയാം, എല്ലാ ജീവിതം പോയി. ഇനി ഞാൻ എന്റെ ജീവിതം പോവാണ്, എൻ്റെ ഞാൻ നിൽക്കും. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കാക്കൂർ സ്വദേശിനിയായ 34 വയസ്സുള്ള ഹസ്ന എന്ന യുവതിയെ കൈതപ്പൊയിലെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം കാണുന്ന സമയത്ത് മുറിയിലെ ബെഡിൽ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞായിരുന്നു ഹസ്നയുണ്ടായിരുന്നത്. മൃതദേഹം ആദ്യം കണ്ടതാകട്ടെ ഹസ്നയുടെ ആൺ സുഹൃത്തായിട്ടുള്ള ആദിലാണ്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് ആത്മഹത്യയാണെന്ന് പറയുന്നുമുണ്ട്. പക്ഷേ ഹസ്നയുടെ മരണത്തിൽ വലിയ ദുരൂഹതകളുണ്ട്. ആദിലും ഹസ്നയും കഴിഞ്ഞ 8 മാസം മുൻപാണ് ഒരുമിച്ച് താമസിച്ചു തുടങ്ങിയത്. ആദില് വിവാഹമോചിതനാണ്, ഹസ്നയും വിവാഹമോചിതയുമാണ്. ഇരുവർക്കും മക്കളുമുണ്ട്. എന്നാൽ ആദിൽ ഹസ്നയെ മയക്കുമരുന്നടക്കമുള്ള കാര്യങ്ങൾ വിൽക്കാനും അതിൻ്റെ ഇടപാടുകൾക്കുമായി ഉപയോഗിച്ചിരുന്നു എന്നാണ് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഹസ്നയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച സമയത്താണ് ഒരു പ്രധാനപ്പെട്ട ഓഡിയോ സന്ദേശം കിട്ടിയത്. ആദിലിനയച്ച ഓഡിയോ സന്ദേശമാണ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് 12 മണി വരെ എനിക്ക് ടൈം തന്നിക്കുന്നേ. ആ 12 മണി വരെ ഞാൻ എൻ്റെ അപ്പുറം നിർത്തിക്കോ, ഇല്ലെങ്കിൽ കളി ഇതൊന്നും അയക്കൂലേ. ഞാൻ സത്യം പറയാം, എല്ലാ ജീവിതം പോയി. ഇനി ഞാൻ എന്റെ ജീവിതം പോവാണ്, എൻ്റെ ഞാൻ നിൽക്കും. കൊടിച്ചിന് മുതൽ ശിബു വരെ കുടുങ്ങും. സത്യമായി ഞാനിത് എനിക്കറിയുന്ന എല്ലാ വിവരങ്ങളും അടിക്കുന്ന ലഹരിന്റെ വരെ ഞാൻ എല്ലാം വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയില്ല. പോലീസിന്റെ ഇടയാണല്ലോ എനിക്ക് രക്ഷപ്പെടും. സോഷ്യൽ മീഡിയ വിളിച്ച് ഞാൻ പറയും. ഇതാണ് സംശയങ്ങൾക്ക് ഇടയാക്കുന്നത്, ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ഈ ആദിൽ എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട ഈ കക്ഷി താമരശ്ശേരിയിൽ തന്നെ അമ്മയെ കൊന്ന ആഷിഖ് എന്ന് പറയുന്ന ഒരു വാർത്ത ഓർമ്മയില്ലേ? അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ഈ ആദിൽ. അതോടൊപ്പം തന്നെ ഭാര്യയെ വെട്ടിക്കൊന്ന യാസിർ എന്ന ഒരു പ്രതിയും താമരശ്ശേരിയിൽ നിന്ന് നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെയും സുഹൃത്താണ് ഈ ആദിൽ എന്ന് പറയുന്ന യുവാവ്. എന്താണ് ഹസ്നക്ക് സംഭവിച്ചത്? കണ്ടെത്തേണ്ടത്, അതിൽ വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്. അതിലെങ്കിൽ ഫോൺ എടുത്തോട്ടോ. 12 മണി വരെ എനിക്ക് ടൈം തന്നിക്കുന്നേ. ആ 12 മണി വരെ ഞാൻ എൻ്റെ അപ്പുറം നിർത്തിക്കോ, ഇല്ലെങ്കിൽ കളി ഇതൊന്നും അയക്കൂലേ. ഞാൻ സത്യം പറയാം, എല്ലാ ജീവിതം പോയി. ഇനി ഞാൻ എന്റെ ജീവിതം പോവാണ്, എൻ്റെ ഞാൻ നിൽക്കും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.